भाई और बहनों, मेरे प्यारे दोस्तों, ചാക്കോച്ചൻ ഇടവേളകളിൽ മാജിക് ഷോസ്, ഡാൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ കുഞ്ചാക്ക ബോബൻ എന്നെ ചതിച്ച് അദ്ദേഹം ഒന്ന് മുണ്ട കൊടുത്തിട്ട് ഈ ലിജ ചേച്ചിയും ചാക്കോച്ചനങ്ങളും ശരിക്കും അമ്മയും അച്ഛനെയും പോലെ തന്നെയാണ് എനിക്ക് ഇതായിട്ടുള്ളത്. നിങ്ങളെപ്പോലെ ഞാനും ഈ സിനിമയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി എൻ്റെ ഒരു കൗതുകത്തിന് ഞാൻ ചോദിക്കുകയാണ്, ഏത് പോയിന്റിലാണ് ഓക്കെ ഒരു സിനിമ സംവിധാനം ചെയ്തേക്കാം എന്നുള്ളൊരു ചിന്ത വരുന്നത്? എഡിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ തോന്നി. ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും ടെക്നിക്കലി സിനിമ ഒരുപാട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിലത്തെ മീഡിയം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നി, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ തോന്നിയത് അത്രയും. ഇനി ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, എഡിറ്ററാണ് ഡയറക്ടറാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഈ സീൻ വേറൊരു രീതിയിൽ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരുന്നത്. അപ്പോൾ എഡിറ്റർ ആയതുകൊണ്ട് തന്നെ സംവിധാനം ചെയ്യുമ്പോൾ ഉള്ളിലത്തെ എഡിറ്റർ എങ്ങനെയായിരുന്നു? അത് ശല്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ എഡിറ്ററാണോ ഡയറക്ടറാണോ കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിന്നത്? അല്ല, നമുക്ക് കുറച്ചും കൂടെ ഏതാണ് വേണ്ടത് തീരുമാനിക്കാൻ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. കുറച്ചും കൂടെ പഴയ രീതിയിൽ, അതായത് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം എടുത്ത് നമ്മൾ കൃത്യ ഷെഡ്യൂൾ നമുക്ക് തീർക്കാൻ പറ്റി. വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായില്ല. ഓപ്ഷൻസ് കുറച്ചുകൂടെ കുറവായിരുന്നു ഷൂട്ട് ചെയ്തത്. അടുത്ത തവണ ചെയ്യുമ്പോൾ എഡിറ്റർ അല്ലാതെ സിനിമ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ ഓപ്ഷൻസ് കൂട്ടിയിട്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ട്? എല്ലാവിധ ആശംസകളും നേരാണ്. നന്ദി. എല്ലാവരും സിനിമ ഒന്ന് കാണുക. അത്രയേ ഉള്ളൂ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് സർ. ആദ്യമേ അതാണ് പറയേണ്ടത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പം ഇനിയും ഒരുപാട് സിനിമകളിലെ സംവിധായകനായിട്ട് തന്നെ നമുക്ക് മുന്നിലേക്ക് ഇത് എല്ലാവിധ ആശംസകളും നേരാണ്. पहली इंडिपेंडेंट फिल्म है मलयालम में और उसके अलावा और काफ़ी फिल्में कर रहे हैं. मुझे लगता है फिल्म लोगों को बहुत पसंद आएगी. पूरी टीम ने, सब लोगों ने इस फिल्म में जिस तरह से काम किया है उसका रिजल्ट सामने है. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത് പോലീസുകാർക്ക് വരുന്ന ഉന്മാദത്തെക്കുറിച്ചാണോ, അത് കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് വരുന്ന ഉന്മാദത്തെക്കുറിച്ചാണോ സൂചിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു എനിക്ക് ചോദിക്കേണ്ടത്. അല്ല, ഇത് കഴിഞ്ഞ സിനിമകളുമായി യാതൊരു ബന്ധമില്ലാത്തൊരു സിനിമയാണ്. ഇത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സിനിമ കൂടാണ്. ഇത് കുറച്ചുകൂടെ എനിക്കൊന്ന് ഒരു ഫാമിലി അല്ലെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലൊക്കെ ഉള്ളൊരു സിനിമയാണ്. അത് എൻ്റെ മറ്റ് സിനിമകളൊക്കെ കുടുംബ പ്രേക്ഷകർക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. എനിക്ക് തോന്നുന്നു ജോസഫ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്, എന്നാലും അതിനൊരു ഡാർക്ക് സ്വഭാവമുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ ലൈറ്ററാണ്, കുറേ കൂടെ ലെയറുകളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. അത് പ്രൊഡക്ഷനിൽ നിന്ന് തുടങ്ങി എഡിറ്റർ, ഡയറക്ടർ, അതേപോലെ നമ്മുടെ റൈറ്റർ ആയിക്കോട്ടെ, ചാക്കോച്ചനായിക്കോട്ടെ, ബാക്കിയെല്ലാ എൻ്റെ എല്ലാ കോ ആക്ടേഴ്സും അത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും ത്രില്ലർ സിനിമ, വീണ്ടും ഒരു പോലീസ് കഥാപാത്രം. നമ്മളെല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞു സമാധാനം കുറച്ചധികം ഈ സിനിമയിൽ കിട്ടുന്നുള്ളത്. പക്ഷെ എന്നാലും പണ്ട് നമ്മൾ പറയും ചാക്കോച്ചൻ്റെ സിനിമ കാണാനായിട്ട് പോവുകയാണെങ്കിൽ ഡാൻസ് ഒക്കെ കണ്ട് റൊമാൻസ് ഒക്കെ കണ്ട് നമുക്ക് ഹാപ്പി ആകാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പോൾ കുറച്ചധികം ടെൻഷനിലാണ് ചാക്കോച്ചൻ്റെ ഓരോ സിനിമയും നമ്മൾ കാണാൻ പോകുന്നത്. എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലുണ്ട്. സോ ഹൗ യു ഫീലിംഗ്? പുതിയ സിനിമ പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇത്രയും വലിയ ക്രൗഡിന് മുന്നിൽ ചാക്കോച്ചൻ ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? भाई और बहनों, मेरे प्यारे दोस्तों, हमारे प्रोडक्शन हाउस मुंबई से आया है, इसलिए हिंदी में शुरू किया. इन्हीं मलयालത്തിൽ എന്തൊക്കെ വിശേഷം? സുഖം? ഉന്മാദം സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ മലയാളികളെയൊക്കെ
ഇന്ന് പ്രത്യേകിച്ച് ഉന്മാദത്തിലാഴ്ത്തിയ ഒന്ന് രണ്ട് വാർത്തകൾ നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കി മാറ്റാം. The one and only, the best of the best national award for the best actor മമ്മൂക്കയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. So big congratulations to മമ്മൂക്ക from all our heart. നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായ മമ്മൂക്കയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് മികച്ച നടന്നുള്ളത്. അതുപോലെ തന്നെ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്ക് മികച്ച മലയാള സിനിമ, നമ്മുടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. സോ കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ മലയാള സിനിമയിൽ നിന്നും എന്താ പറയുക, അവിസ്മരണീയമായ അഭിമാനമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് ഈ വേദിയിൽ നിങ്ങളോടൊപ്പം, എല്ലാ മലയാളികളോടൊപ്പം, ഉന്മാദം ടീമിനോടൊപ്പം ഈ വേദിയിൽ നിങ്ങളോട് ഒപ്പം ചേർന്ന് അഭിനന്ദനങ്ങൾ ആഘോഷമാക്കി മാറ്റാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സോ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ടു ദ വിന്നേഴ്സ്, ഓൾ ദ വിന്നേഴ്സ് ഓഫ് നാഷണൽ അവാർഡ് ഇപ്രാവശ്യത്തേത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ കിരൺദാസ് എന്ന പുതുമുഖ സംവിധായകൻ ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്ത് ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഉന്മാദം. അതുപോലെ തന്നെ അദ്ദേഹം ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിനോടൊപ്പം ചേരുന്ന ആദ്യത്തെ ഒരു സിനിമയും കൂടിയാണ്. ഷാഹിയുടെ കൂടെ ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് നായാട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് ഉന്മാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എവിടെ ഷാഹിൻ്റെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു സ്നേഹമുണ്ട്. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ ലിജോമോളുടെ കൂടെ ആദ്യമായിട്ടൊരു വേദി ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ സാധിച്ചു. ഇവിടെ വേറെ ഉണ്ണി ലാലുവൊക്കെ വന്നിട്ടുണ്ട്, ഉണ്ണി ഗോകുലൻ, അവരോട് കൂടെ ഞാൻ വേറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോട്ടാസ്, 2 ചോട്ടാസ് ഇവിടെ ഇരിപ്പുണ്ട്. കൃഷ്ണപ്രഭ, എൻ്റെ തിരിച്ചുവരവിലെ ഗുലുമാല് തൊട്ടുള്ള ഒരു അഭിനയ എന്താ പറയുക അഭിനയം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, പിന്നെ ഈ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഒരുപാട് സുധീഷുണ്ട്, ഷാജു ഉണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ അതിനപ്പുറം ഉന്മാദം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ നേരത്തെ പലരും പറഞ്ഞ പോലെ പോലീസ് കഥ അല്ലെങ്കിൽ ഡാർക്ക് ത്രില്ലർ മിസ്റ്ററി എന്ന് പറയുന്നതിനപ്പുറം എന്താണ് ഉന്മാദത്തിന് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളൊരു ഒരു ആലോചന പുറത്താണ് ഉന്മാദം സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കഥ വർഷങ്ങൾക്ക് മുമ്പ് പല രീതികളിൽ പല ആളുകളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളൊരു കഥയാണ്. പക്ഷെ അത് ഉന്മാദം എന്ന സിനിമയായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു പരിണാമം ഏറ്റവും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി മാറ്റുന്നതനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം ആ കഥയ്ക്കും തിരക്കഥയ്ക്കും അതിൻ്റെ അവതരണത്തിലും എല്ലാം വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ക്യാമറയുടെ മുമ്പിലും പിൻപിലും അല്ലെങ്കിൽ കൂടെയും നിന്നിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഉന്മാദം ഒരിക്കലും ഒരു എന്താ പറയുക, നിങ്ങളെ രണ്ടാമതും മൂന്നാമതും കാണാനായിട്ട് ഭയപ്പെടുത്തുന്ന സിനിമയായിരിക്കും. അത് നിങ്ങൾക്ക് രണ്ടാമതും മൂന്നാമതും കാണാനായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റാനായിട്ട് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കട്ടപ്പണിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ടീസർ റിലീസ് ചെയ്ത സമയത്ത് അതിനുള്ളൊരു റെസ്പോൺസും അത് ഇപ്പോൾ ഈ ട്രെയിലർ റിലീസിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എന്താണ് ഉന്മാദം എന്നുള്ള സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ട്രെയിലർ തന്നെയായിട്ട് മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഒരു എന്താ പറയുക, നമ്മളൊരു ഫുട്ബോളിൻ്റെ ഒരു ആവേശവും എല്ലാം കഴിഞ്ഞിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. സോ അപ്പം ഇപ്പോൾ ആ ഒരു ഫുട്ബോളിൻ്റെ ഉന്മാദം മാറി സിനിമ തിയേറ്ററിൽ ഉന്മാദം എന്ന സിനിമയുടെ ഉന്മാദത്തിൽ നിങ്ങളെല്ലാവരും ചേരണം അല്ലെങ്കിൽ ചേരും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഉന്മാദം സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഈ മാസം 31-ാം തീയതി നിങ്ങളെല്ലാവരും ഇവിടെ ഈ ഒരു വേദിയിൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കർക്കിടക മാസം തുടങ്ങി അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ആവേശമൊക്കെയാണ്. പക്ഷെ അതിനപ്പുറം സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഇവിടെ വരുന്നത് ഞങ്ങൾക്കൊരു ഊർജ്ജം തന്നെയാണ്. സോ താങ്ക് യു. ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സമയം കണ്ടെത്തി ഈ സ്നേഹം ഞങ്ങൾക്ക് കാണുവാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകുവാനായിട്ട് വന്നതിന് ഒരുപാട് നന്ദി. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയായിട്ട് തന്നെ ഉന്മാദം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ 100-110% ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ട്രെയിലറിലൂടെയും ഇനി അതിനുശേഷമുള്ള ഗാനങ്ങളിലൂടെയും 31-ാം തീയതി തിയേറ്ററിൽ വരുമ്പോൾ ആ സിനിമയിലൂടെ അത് ഞങ്ങൾക്ക് നിറവേറ്റാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഒന്നും പറയുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഉന്മാദം. നേരത്തെ
എന്താ പേര് ചോദിച്ചില്ല, അമിൻ. ഓക്കെ, നേരത്തെ അമിൻ സൂചിപ്പിച്ച പോലെ ഇതിൽ കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശരിയല്ലാതെ ആവാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആൾക്കാരിൽ കൗതുകം ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഇമോഷൻസ് ഉണ്ട്, ത്രില്ലുണ്ട്, മിസ്റ്ററി ഉണ്ട്, ഡാർക്ക്. ഇതിന് മുമ്പുള്ള ഷാഗ സിനിമകളുടെ അത്രയും ഡാർക്ക് അല്ല എന്തായാലും. അത് തിരക്കഥാകൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറിച്ച് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം, പുള്ളി വിളിച്ചെന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. സോ ഉന്മാദം എന്നുള്ള സിനിമ 31-ാം തീയതി തിയേറ്ററിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്നേഹവും ഈ ഒരു സപ്പോർട്ടും തീർച്ചയായിട്ടും തിയേറ്ററുകളിലും ലഭിക്കും, അല്ലെങ്കിൽ നൽകും എന്നുള്ള വിശ്വാസത്തോടു കൂടി താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഞാൻ എന്നെ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ എന്നെ വിശ്വസിച്ച, എന്നെ സ്നേഹിച്ച പ്രേക്ഷകരോട്, സിനിമാ പ്രവർത്തകരോട്, സിനിമാ ലോകത്തിനോടുള്ള നന്ദിയാണ്. അത് ആ നന്ദി, ആ സ്നേഹം തിരിച്ചു നൽകുക എന്നുള്ളത് നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയുമാണ്. അതിൻ്റെ ഒരു യാത്രയുടെ ഭാഗമായിട്ടായിരിക്കും ഉന്മാദവും അതിലെ ശൈലിയും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്തോ ആരാ വിളിക്കുന്നത്? ഇയാളാണോ? വരുന്നോ? ചോട്ടയും കൊണ്ട് കിട്ടോ? കുറെ നേരമായിട്ട് ചാക്കോച്ച എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു മെടുക്കലാണ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. പേരെന്താ? ലയാൻ. അടിപൊളി. ഇങ്ങനത്തെ ചോട്ടകൾ ഇപ്പോഴും ഉള്ളതാണ് എന്നെ ഇങ്ങനെ നിർത്തുന്നത് നിങ്ങളുടെ മുന്നിൽ. അപ്പം അതുകൊണ്ട് ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് നന്ദി. ചോട്ടാസും ബഡാസും ബഡാസും എല്ലാം കൂടെ ചേർന്ന് ഇപ്പോഴും ഈ ചാക്കോച്ചിനെ നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചിനായിട്ട് നിലനിർത്തുന്നതിൽ ഒരുപാട് സന്തോഷം. അത് ഈ ചോട്ടയ്ക്ക് ഒരു സിംബോളിക്കായിട്ട് ഒരു ഉമ്മ കൊടുക്കും. ഇനി തിരിച്ചൊരുമ്മ വരുമോ? ലേഡീസിനെ കൊടുക്കുമ്പോൾ അല്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ലിയയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാരാണ്? സനീഫയ്ക്കാണോ? അത് അവൻ്റെ അച്ഛനും അമ്മയോടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്നേഹവും എല്ലാം തന്നെയാണ് എന്നെ നിലനിർത്തുന്ന ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ കഴിവുകളുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ തന്നതിന്, ഇപ്പോഴും തരുന്നതിന്, നൽകുന്നതിന് നിങ്ങളോടെല്ലാവരോടും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഐ ലവ് ടു ഓൾ ഓഫ് യു ഗൈസ്. താങ്ക് യു. സിനിമയിലേക്ക് വെൻ യു ഡിസൈഡഡ് ഓക്കെ ഐ ആം ഗോണ ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം, നമുക്ക് ഇൻക്രെഡിബിൾ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയതിന് സന്തോഷം പറഞ്ഞു. അറ്റ് വാട്ട് പോയിന്റ് യു ഡിസൈഡഡ് ഈ സിനിമ ഞാൻ ചെയ്യാനായിട്ട് പോവുകയാണെന്നുള്ളത്? ഇത് പറഞ്ഞപ്പോഴേ ഭയങ്കര ശരിയാണല്ലോ. ഇല്ലില്ല, ഷാഹിക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഷാഹിക്കയുടെ എല്ലാ സിനിമകളും തന്നെ ഹിറ്റാണ്. അതേപോലെ എല്ലാം നമ്മൾ പറയുന്നുണ്ട്, എല്ലാം പോലീസ് സ്റ്റോറീസാണ്, പക്ഷേ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ആദ്യത്തെ കോള് ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. തീർച്ചയായിട്ടും കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ചെയ്യാം. എനിക്ക് ഇതിൽ പേഴ്സണലി ചെയ്യാൻ തോന്നി, അല്ലെങ്കിൽ ആഗ്രഹം തോന്നി 1-2 കാര്യങ്ങളുണ്ട്. അതിപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷേ ഒരുപാട് കഥ കേട്ടതേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സിനിമ റിലീസായതിനു ശേഷം നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഇപ്പോൾ BTS വീഡിയോ നമ്മൾ കണ്ടപ്പോൾ ഞാൻ പറയുണ്ടായത് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് നമുക്ക് തരുന്നതെങ്കിലും നിങ്ങളെല്ലാവരും വളരെ ജോളിയായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് സിനിമയുടെ ഭാഗമായതല്ലേ. സോ ഐ തിങ്ക് ടീസറിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്തോ അൺനാച്ചുറൽ ആയിട്ടുള്ള, അസാധാരണമായിട്ടുള്ള ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. അതേപോലെ എന്തെങ്കിലും ഇൻസിഡൻറ്റ്, ഹോണ്ടിങ് ആയിട്ടുള്ള ഇൻസിഡൻസ്, അല്ലെങ്കിൽ അങ്ങനെ നെഞ്ചു പിടിച്ചൊളിക്കുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് സെറ്റിലുണ്ടായിരുന്നോ? ഇല്ല, സെറ്റിൽ നമുക്കെല്ലാവർക്കും നമ്മൾ വളരെ കൂളായിട്ട് ആണ് ഷൂട്ട് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ചാക്കോച്ചൻ ഇടയ്ക്ക് ഇടവേളകളിൽ മാജിക് ഷോസ്, ഡാൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് അങ്ങനെയൊന്നുമില്ല. വളരെ ഹാപ്പിയായി അതെ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. സാധാരണ ഞാൻ ഇങ്ങനത്തെ ഒരു വേഷമൊന്നും ഇടാറില്ല. ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ 2 കൂട്ടുകാർ കൂടെ ഉണ്ട്, അവരവിടെ ഉണ്ട്. അപ്പോൾ അവർ ചോദിച്ചു സാധാരണ ഇങ്ങനെയൊന്നും വേഷം ഇടാറില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ചാക്കോവൻ്റെ പരിപാടിയാണ്.
കുറച്ച് മെഹയായിട്ടൊക്കെ ഭംഗിയായിട്ടൊക്കെ ചെല്ലാമെന്ന് ചെയ്തിട്ടാണ് ഈ വേഷത്തിൽ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ കുഞ്ചാക്ക ബോബൻ എന്നെ ചതിച്ച് അദ്ദേഹം ഒന്ന് മുണ്ട കൊടുത്തിട്ട് വേറെ ഒരു ഗെറ്റപ്പിൽ ഞാനത് പറയുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ 97 മുതൽ ഈ 2026 വരെ ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഈ പടത്തിൻ്റെ ഷൂട്ടിന് ചെന്നപ്പോൾ സ്പോട്ടിൽ ചെന്നപ്പോൾ ഞാനും ഉണ്ണി ആദ്യം എത്തി. അതിനുശേഷമാണ് കുഞ്ചാക്ക ബോബൻ, അതായത് ഞങ്ങളുടെ ചാക്കോച്ചൻ വരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, ഇദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പുറകെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ മുമ്പിൽ ചെന്നപ്പോഴാണ് ഇത് കുഞ്ചാക്ക ബോബനാണെന്ന് എനിക്ക് മനസ്സിലായത്. അത്രയും മാറ്റം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഈ ബോൺസായി പോലെ വെട്ടി നിൽക്കാൻ പറ്റുന്നതെന്ന്. ഇതൊരു ബോൺസായി പോലെ വളരെ അനുവദിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സൈഡും എല്ലാം വെട്ടി നിൽക്കുകയാണ്. ഇത്രയും വർഷവും നമ്മളിങ്ങനെ ഉന്മാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ചാക്ക ബോബൻ്റെ ഉന്മാദം എന്ന സിനിമ 31-ാം തീയതി റിലീസാവുകയാണ്. എല്ലാവരും കാണുക, ആസ്വദിക്കുക. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചനെ പോലെ എൻ്റെ സ്വന്തം ചാക്കോച്ചൻ. ഞാൻ ഓഫീസർ ഡ്യൂട്ടിക്ക് ശേഷം ചാക്കോച്ചനോടെ ചെയ്യുന്ന അടുത്ത കൂടാണ് ഉന്മാദം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു ചാക്കോച്ച. പിന്നെ കിരൺ ചേട്ടാ, ഷൈക്ക, എല്ലാവരോടും താങ്ക് യു. ഈ ഒരു ക്യാരക്ടർ പരിപാടി എനിക്ക് തന്നതിനും അതിൽ ഈ ടീമിൻ്റെ, ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു വലിയ പരിപാടി ഒന്നുമില്ലെങ്കിലും ഈ ഒരു ഫാമിലിയിൽ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സോ നിങ്ങളെപ്പോലെ ഞാനും ഈ സിനിമയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. സോ ഒരു ഓഫീസർ പോലെ അടുത്തൊരു നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ്റെ ഒരു ഭീകര ഹിറ്റായിട്ടൊന്ന് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരണം ആ പടത്തിൽ ഞാനുണ്ട്, ഈ പടത്തിൽ ഞാനുണ്ടാവുമല്ലോ. ഞങ്ങളുടെ മക്കളായിട്ട് അഭിനയിച്ച 2 അസുര വ്യക്തികളെന്ന് പറയുന്നില്ല, നല്ല അടിപൊളി ടീമുകൾ. ഇതിൽ ഇവൻ്റെ കാര്യം പ്രത്യേകം പറയാറുണ്ട്. ഇവൻ ഭയങ്കര വേന്ദ്രനാണ്. ഇവൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിലെ ഡയലോഗുകൾ മൊത്തം ഇവൾക്കേ ഉള്ളൂ. ഇവനാണെങ്കിൽ ഫുൾ ടൈം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഈ വാതുറക്കാനായിട്ട് ഡയലോഗിന് വേണ്ടി വാതുറക്കാൻ സമ്മതിക്കത്തില്ല, ഭക്ഷണം കഴിക്കാനായിട്ട്. ഇതാണെങ്കിൽ ഭക്ഷണം കഴിക്കും, ഡയലോഗും പറയും. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഇവനുണ്ടായിരുന്നു. ഈഗോ. ഞാൻ പറഞ്ഞ മക്കളെ, ഇതാണ് കല്യാണം കഴിഞ്ഞാലും കല്യാണത്തിന് മുമ്പാണെങ്കിലും ഇത് തന്നെയാണ് പരിപാടി. നമ്മുടെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എന്താണ് മോൾക്ക് പറയാനുള്ളത്? എനിക്ക് ഈ ലിജ ചേച്ചിയും ചാക്കോച്ചനങ്ങളെയും ശരിക്കും അമ്മയും അച്ഛനെയും പോലെ തന്നെയാണ് എനിക്കിതായിട്ടുള്ളത്. പിന്നെ ചാക്കോച്ചനങ്ങൾ എനിക്ക് കുറച്ച് മാജിക്കും പിന്നെ ഡാൻസൊക്കെ ഇങ്ങനെ കളിച്ച് കളിക്കും. എനിക്കത്ര ഉള്ളൂ പറയാൻ. നല്ല സെറ്റായിരുന്നു. എൻ്റെ മോൻ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോട്. ചാക്കോച്ചൻ ഒരു വലിയ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് ചോദിച്ചപ്പോൾ ഇനി നിന്റെ ചാൻസ് ആണ് ഇതിന്റെ മേളിൽ ഡയലോഗ് പറയാനുള്ളൂ. എനിക്ക് ആകെ പറയാനുള്ളത്, വളർന്നു വന്ന കലാകാരന്മാരോടൊപ്പം ഞങ്ങൾ ഇനി വളർന്നു വരാൻ പോകുന്ന കലാകാരന്മാരെയും കൂടി സപ്പോർട്ട് ചെയ്യാനുള്ളത്. പിന്നെ എല്ലാവരും സിനിമ പോയി കാണുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഈ സിനിമയുടെ വിജയത്തിൽ കുറിച്ചൊന്നും അല്ലാതെ കാര്യമായിട്ട് പറയുന്നതല്ലാതെ നമ്മൾ ഈ സിനിമയുടെ ഒരു സക്സസ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെവരെയും ഈ സിനിമ കണ്ട് ഇത് വിജയിപ്പിക്കും. താങ്ക് യു. ഏതൊരു അഭിനേതാവിനും വലിയൊരു ആഗ്രഹമാണ് ഇപ്പോഴത്തെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ടീമിനോടൊപ്പം അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് എല്ലാ ആക്ടേഴ്സിൻ്റെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാനും ഏറെ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴും ചാൻസ് ചോദിക്കലുമൊക്കെ പതിവ് പോലെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഷായിക്കയുടെ ഒരു റൈറ്റിങ്ങിൽ നമുക്ക് അഭിനയിക്കാൻ സാധിക്കണം എന്ന് പറയുന്നത് എല്ലാ ഒരു ആക്ടേഴ്സിൻ്റെയും ഒരു ഡ്രീമാണ്, നല്ലൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ വിളി വന്നതും ഞാൻ ഇതിൽ ചെയ്യാൻ എനിക്കിതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതും ഒക്കെ വലിയ സന്തോഷമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു സ്വപ്നം കാണുന്ന ഒരു വേദി തന്നെയായിരുന്നു ഇത്. കാരണം നമ്മളും കൂടി ഭാഗമായുള്ളൊരു സിനിമയുടെ ഒരു ട്രെയിലർ ലോഞ്ചോ അല്ലെങ്കിൽ ഓഡിയോ ലോഞ്ചോ ഒക്കെ ഇതുപോലെ ലുലു മോളിൽ വെച്ച് നടക്കുക, ഇതിൽ നിറഞ്ഞ സദസ്സിൽ നടക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ സ്വപ്നം കണ്ടാൽ എല്ലാം സാധിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നല്ലൊരു ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിലാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എല്ലാവരും ചാക്കോച്ചൻ നേരത്തെ പറഞ്ഞ പോലെ ഗുലുമാല, അന്ന് ഗുലുമാലിൽ കണ്ട ചാക്കോച്ചനെ അല്ല ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ കാണാൻ മീൻസ് ക്യാരക്ടേഴ്സ് വൈസ് നമുക്ക് അദ്ദേഹം തരുന്നത് വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കഥാപാത്രമായിട്ടാണ്. അപ്പോൾ അത്തരം ചേഞ്ചസിനോടൊപ്പം നമുക്കും ഭാഗമാവാൻ പറ്റുന്നു എന്നുള്ളതിനാണ് ഏറ്റവും വലിയ സന്തോഷം. ലിജോ ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു നേരത്തെ വണ്ടർഫുൾ ടീമിനൊപ്പം
ഷാജു ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സെറ്റ് ചിരിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ടും നല്ലൊരു പ്രൊഡക്ഷനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ ഒക്കെ വലിയ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു പ്രോമിസിങ് സക്സസ്ഫുൾ ടീമിൻ്റെ ഒപ്പം ഭാഗമാവാൻ പറ്റിയതിൽ താങ്ക് യു കിരൺ ചേട്ടാ, ചാക്കോച്ചൻ, ലിജോ. ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സാംസങ്ങിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഉണ്ണിലാലൂരും അറിയായിരിക്കും, അവൻ വിവോയിൽ വർക്ക് ചെയ്തിരുന്നതാണ്. സോ ഇതുപോലെയൊക്കെ ലോഞ്ച് ഇവിടെ നടക്കുന്ന സമയത്ത് ഞാൻ നമുക്കറിയാം ഈ കോർണറിലായിരിക്കും നിൽക്കുന്നുണ്ടാകും. അങ്ങനെ ഒരുപാട് ലോഞ്ചുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനും കൂടെ അഭിനയിച്ച ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം. കേരളം എത്ര സുന്ദരം, മാതം സന്തോഷം. Whole team is dedicated and disciplined. We achieved our target, so we are here. Thanks a lot. വാ വാ വാ, എൻ്റെ മോളെ ഇങ്ങോട്ടോ, എൻ്റെ പൊന്നുമോളെ ഇങ്ങോട്ടോ. മോളാണ് മോളെ. പിന്നെ അവിടെ നിന്ന് ഞാൻ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരായിരുന്നു. ആ ചേച്ചി ഇങ്ങോട്ടോ ഒരു ഡാൻസ് ചെയ്യാനായിട്ട് ഈ തോട്ടം കുഞ്ഞു കൊടുക്കാം. ലയാൻ എന്തായിരുന്നു എൻ്റെ പേര്? ആ വാ വാ. നമ്മൾ ഈ കലാപരിപാടി തുടങ്ങുന്നത് എൻ്റെ പുന്നാര മോളുടെ ഒരു സ്പ്ലിറ്റിലൂടെയാണ്. സ്പ്ലിറ്റ് ചെയ്തോ, ആദ്യം തന്നെ നിൽക്കട്ടുള്ള വഴിയാണ്. കമോൺ. ഇവിടെ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചതാണ് ചാക്കോച്ചിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഈ രീതിയിൽ പറ്റില്ല. ഒരു രാജവല്ലേ 97 മുതൽ കേൾക്കാൻ തുടങ്ങിയതല്ലേ ഇത്. ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ഗാനമായ ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, എത്ര മനോഹരമായിട്ടാണ് FGC ചേട്ടനും ദാസേട്ടനും ഒക്കെ പാട്ട് പാടിയത്. ഞാൻ പാടി കൊളവാക്കുന്നില്ല. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതെഴുതി മുന്നിലൊരു എടി മുഖം. സോറി, ഒന്നുകൂടെ പാടണ്ട. കരയണ്ട. ഒരു രാജമല്ലി വിടരുന്ന പോലെ എഴുതി നിന്നിലൊരു മുഖം, അത്രേ ഉള്ളൂ. ഓക്കെ. ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം, കരുകനാമ്പിനും മധുകണം, കവിത എന്നിലും നിറകുടം, അറിയുകില്ല നീ